ഹലോ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടും സിമ്പിളായിട്ടും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു സമ്മന്തിയുടെ റെസിപ്പിയാണ്. വെറും രണ്ട് ഐറ്റംസ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ 2 ഐറ്റംസ് വെച്ച് എങ്ങനെ അടിപൊളിയായിട്ടൊരു സമ്മന്തി തയ്യാറാക്കാമെന്ന് നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കപ്പോൾ എങ്ങനെ ഒരു സമ്മന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളാണ്. ഈ 2 ഐറ്റം മതി ഇതിന്. പിന്നെ ഒരു പൊടിയും ഇച്ചിരി എണ്ണയും. അടിപൊളിയാണ്. നമ്മളിത് ഇഡലിക്കും ദോശയ്ക്കുമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പക്ഷേ ദോശയ്ക്കിത് നല്ല അടിപൊളി ഒരു സമ്മന്തിയാണ്. ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിനിപ്പോൾ വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ കൊച്ചുള്ളിയും തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് അളവില്ല, കാരണം കൂടുതൽ വേണ്ടത് കൊച്ചുള്ളിയാണ്, കുറവ് തക്കാളി. ഇതിപ്പോൾ ഞാനൊരു 10-25 കൊച്ചുള്ളി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അതേസമയം നമ്മൾ കൊച്ചുള്ളി കുറച്ചിട്ട് തക്കാളി കൂട്ടി എടുക്കരുത്, അത് കൊള്ളത്തില്ല. കൊച്ചുള്ളി തന്നെ എടുക്കുക. ഈ കൊച്ചുള്ളിക്ക് പകരം സവാള എടുക്കരുത്, അത് കൊള്ളത്തില്ല. കൊച്ചുള്ളി തന്നെ വേണം ഈ ഒരു സമ്മന്തിക്ക് വേണ്ടത്. ഈ കൊച്ചുള്ളിയും ഈ തക്കാളിയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയോ ഗോൾഡ് വിന്നറോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ചൂടായിട്ടാൽ സവാള ഇടാവും, അങ്ങനെയൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഒരുപാട് വഴകുകയൊന്നും വേണ്ട. ഇത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. കൊച്ചുള്ളി നമുക്ക് അരിഞ്ഞൊന്നും കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഒരുപാട് അരച്ചെടുക്കുന്നൊരു സമ്മന്തിയല്ല. അരച്ചെടുക്കാം എങ്കിലും നമുക്ക് കൊച്ചുള്ളി കീറിയിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. ഒന്നായിട്ട് തന്നെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കൊച്ചുള്ളി തന്നെ എടുക്കണം. ഈ കൊച്ചുള്ളിക്ക് പകരം നമ്മൾ സവാളയാക്കരുത്, ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും. എൻ്റെ ഈ ഒരു പരുവം വരെ വരുന്നാൽ മതി. ഒരുപാടൊന്നും ഇത് വഴന്ന് പോകണ്ട. എൻ്റെ ഈ ഒരു പരുവം വരെ ഒന്ന് അയക്കട്ടെ ആദ്യം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആദ്യം ഒരു ഇട്ട് കൊടുത്ത് നോക്കുക. ഇട്ട് കൊടുത്തിട്ട് കളർ കുറവാണെങ്കിൽ മാത്രം വീണ്ടും 1/2 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് ആ ഒരു സ്പൂണിൻ്റെ മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളായിരുന്നു. നിങ്ങൾ എടുക്കുന്ന കൊച്ചുള്ളിയുടെയും തക്കാളിയുടെയും അളവനുസരിച്ച് 1-2 സ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലൊരു കളറും കിട്ടും. ഈ പൊടിയുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കല്ല, അങ്ങനെ എടുക്കാം. പക്ഷേ ഇതിനൊരു ചെറിയ തരി കിടക്കണം, എങ്കിലാണ് ഈ സമ്മന്തിക്ക് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഏത് പരുവാണെന്നുള്ളത് അരച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേസ്റ്റും അല്ല, ചെറിയൊരു തരിയുള്ള രീതിയിലാണ് അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കരുത്, തന്നെ അത് രണ്ടും തന്നെ ഇട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല ഈ ഒരു പരുവം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലോട്ട് ഞാനിപ്പം ഈ ഒരു സമ്മന്തി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ആവശ്യത്തിന് ഈ സമ്മന്തി മിക്സ് ആവാൻ അത്രയുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ അടിപൊളിയായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നമ്മുടെ വീട്ടിലുള്ള 2 ഐറ്റമേ ഇതിനകത്തുള്ളൂ. ദോശയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്കും ചെയ്ത് ഈ റെസിപ്പി ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം. എന്നാൽ ശരി, വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു.